കലോത്സവത്തിൻ്റെ പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു വീണയുണ്ട്. വീണയ്ക്ക് പിന്നിൽ വലിയൊരു കഥയുണ്ട്. അത് ഇനി കാണാം. കലോത്സവവേദിയിലെത്തുന്ന ആസ്വാദകരെ സ്വീകരിക്കുന്നത് മനോഹരമായൊരു വീണയാണ്. ആ വീണയ്ക്ക് പിന്നിൽ ഒരു കഥയുണ്ട്. പതിനഞ്ചടി ഉയരത്തിൽ സെൻട്രൽ സ്റ്റേഡിയത്തിൽ മനോഹരമായ ഒരു വീണ കാണാം. കലാമേള ആസ്വദിക്കാനെത്തുന്നവരുടെ കണ്ണ് ആദ്യം അതിലുടക്കും. അത് വെറുമൊരു വീണയല്ല, കലോത്സവത്തിന്റെ പതാക പാറുന്നത് ആ കൊടിമരത്തിലാണ്. തെർമോക്കോളിൽ നിർമ്മിച്ച 6 ചിത്രങ്ങൾ, അതിനൊപ്പം കനകക്കുന്ന്, കൊട്ടാരം, ശംഖുമുഖം, സെക്രട്ടേറിയറ്റ് തുടങ്ങിയവയുടെ ചിത്രങ്ങൾ കൂടി പ്ലാറ്റ്ഫോമിൽ പതിപ്പിച്ച് മനോഹരമായൊരു കാഴ്ച. പൂന്തുറ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ വില്യം പനിപ്പിച്ചയാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഭാരതീയ കലാരൂപങ്ങളിലെ സംഗീത രൂപങ്ങളിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളതാണ്, പ്രാചീനമായിട്ടുള്ളതാണ് വീണ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ പതാക ഉയർത്തുക, കൂടാതെ തിരുവനന്തപുരത്ത് എത്തുന്ന, സംസ്ഥാനത്തുടനീളം എത്തുന്ന കുട്ടികൾക്ക് സാധാരണ വെറും ഒരു കൊടിമരത്തേക്കാളും എന്തെങ്കിലും അവരുടെ മനസ്സിൽ കാണുന്ന കാഴ്ചകൾ, നിറങ്ങൾ ഇവിടെ ഉണ്ടാവണം എന്നുള്ളൊരു ആശയമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം ഡിസൈൻ അയച്ചവരിൽ നിന്നുകൂടിയാണ് വീണ എന്ന ആശയത്തിലേക്ക് വന്നെത്തുന്നതും. അങ്ങനെ വീണയുടെ കൗതുക കാഴ്ച കാണാനും ഒപ്പം ചിത്രങ്ങൾ പകർത്താനും വലിയ തിരക്ക് തന്നെ. കലോത്സവ വേദിയിലെ സെൽഫി പോയിന്റായി മാറിയിരിക്കുകയാണ് ഇവിടം. ക്യാമറാമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം കലോത്സവ വേദിയിൽ നിന്നും മേഘ മാധവൻ.